കൊച്ചിയിൽ നങ്കൂരമിട്ട ഇറാൻ കപ്പൽ ചിത്രീകരിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഹാർബർ പോലീസ്. റിപ്പബ്ലിക് ടിവിയുടെ റിപ്പോർട്ടർ ശങ്കർ, ക്യാമറാമാൻ മണി, ബോട്ട് ഡ്രൈവർ വിജയകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. കപ്പൽ ചിത്രീകരിക്കാൻ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോഴായിരുന്നു CISF കസ്റ്റഡിയിലെടുത്തത്. SS ശരൺ ചേരുന്നു. ശരൺ, ഈ ചിത്രീകരണം പാടില്ലെന്ന് നേരത്തെ മുന്നറിയിപ്പുകളുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ചട്ടലംഘനം നടന്നിട്ടുണ്ടോ? ഈ മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് എപ്പോഴാണ്? വിവരങ്ങൾ പറയൂ ശരൺ. റോഷ്നി, ഇത് ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഇറാൻ പടക്കപ്പലായ ഐറിസ് 11 കൊച്ചി തീരത്ത് നങ്കൂരമിട്ടത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെയോട് കൂടിയാണ് ഈ റിപ്പബ്ലിക് ടിവിയുടെ വാർത്താ സംഘം അത് ചിത്രീകരിക്കാനായി എത്തിയത്. അവർ ബോട്ടിലാണ് യാത്ര ചെയ്തത്. അതായത് ഈ കപ്പൽ കിടക്കുന്ന സ്ഥലത്തേക്ക് ബോട്ടിൽ യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്യുന്നതിനിടയിലാണ് CISF ഈ 3 പേരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. റിപ്പബ്ലിക് ടിവിയുടെ റിപ്പോർട്ടർ ശങ്കർ, ക്യാമറമാൻ മണി, ബോട്ട് ഡ്രൈവറായ വിജയകുമാർ എന്നിവരെയാണ് CISF കസ്റ്റഡിയിലെടുക്കുകയും പോലീസിന് കൈമാറുകയും ചെയ്തത്. ഹാർബർ പോലീസാണ് ഇപ്പോൾ 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അതീവ സുരക്ഷാ മേഖലയിലേക്ക് അതിക്രമിച്ച് കയറിയതിനാണ് 3 പേർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത്. ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഈ 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് ഹാർബർ പോലീസ് അറിയിക്കുന്നത്. ശരി, SS ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്. മാധ്യമപ്രവർത്തകരാണ് ഇപ്പോൾ ചിത്രീകരണം നടത്തിയതിന് അറസ്റ്റിലായിരിക്കുന്നത്.